ഹലോ, ഇന്നത്തെ യാത്ര കോഴിക്കോട്ടേക്കാണ് കേട്ടോ. വേറൊന്നിനല്ല, ഇൻദസിവ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതിനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ എത്തിയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു നേരെ ഹോളിൽ പോയിട്ടോ. അവിടെ എത്തിയപ്പോഴും നമുക്കൊരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 10,000 ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജ് ഷോ കാര്യങ്ങൾ, പിന്നെ ഓരോരുത്തരെ വിളിക്കുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ ഒറ്റൊരാളുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ വന്നത്. ഷഫ്ന ഫൈസൽ എന്ന് പറയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് 10th വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ആ ഒരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ ഇതിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ശരിക്കൊരു പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ നിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. ഒരുപാട് പ്രതിസന്ധികളും സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമയത്ത് ചെറിയൊരു വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. നാട്ടിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിരുന്നു ഹസ്ബൻഡിന് ജോലി. നാട്ടിലുള്ള ജോലിക്കാരുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. കടത്തിന്മേൽ കടം, അന്നുള്ള കാര്യങ്ങൾ മാത്രം കഴിഞ്ഞു പോകുന്ന ഒരു രൂപ മിച്ചമില്ലാത്ത അവസ്ഥയിൽ ഈ ഒരു അവസരം ആദ്യമായിട്ട് കേട്ട് ആദ്യം എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. കാരണം ഞാനൊരു സ്ത്രീയല്ലേ, ഒരു വീട്ടമ്മയല്ലേ, എനിക്ക് ഈ അവസരം അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. എന്നാൽ ഈ ഒരു അവസരത്തെ കുറിച്ച് പൂർണ്ണമായും പഠിച്ചപ്പോൾ, ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു മൈ ഡിയേഴ്സ്, ഈ ഒരു അവസരമല്ലാതെ എന്റെ ജീവിതം രക്ഷപ്പെടാൻ മറ്റൊരു അവസരമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ കാര്യം, ഇത് 500 രൂപയോ 1000 രൂപയോ വീട്ടിൽ നിന്ന് ലേഡീസ് ഏൺ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ, ചെറിയൊരു പരിപാടിയല്ലേ, ഇതുകൊണ്ടൊന്നും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല. സോ നീ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ ഗൾഫിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവാസിയായി. പക്ഷെ 6 മാസം പ്രായമായ കുഞ്ഞിനെയും വെച്ച് 4 വയസ്സ് പ്രായമായ മോളെയും വെച്ച് ഒരു വീട്ടമ്മ ചെയ്ത ബിസിനസ് 1000 തുടങ്ങി 500 തുടങ്ങി. മൈ ഡിയേഴ്സ്, ഇത് 44 ലക്ഷം രൂപയോളം ഈ ബിസിനസ്സിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റി. ഗൾഫിലേക്ക് പോയ ഹസ്ബൻഡിനെ 3 മാസം അദ്ദേഹത്തിന് അവിടെ സാലറി പെൻഡിംഗ് ആയി. 12 മണിക്കൂർ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ട. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, ഇനി വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഇത് ശരിക്കും പറയാം, അത് പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല, റിയൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ